ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഓട്സ് വെച്ചിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രൂ എലമെൻസിൻ്റെ സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് ട്രൂ എലമെൻസിൻ്റെ തന്നെയാണ് വാങ്ങിക്കാറുള്ളത്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ വാങ്ങിക്കുന്നൊരു ബ്രാൻഡ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തെന്ന് മാത്രം. എനിക്കിത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റീൽ കട്ട് ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് 3 ടൈപ്പ് ഓട്സ് അവൈലബിൾ ആണ്. നോർമൽ ഓട്സ് ഉണ്ട്, സ്റ്റീൽ കട്ട് ഉണ്ട്, അതുപോലെ റോൾഡ് ഓട്സും ഉണ്ട്. അപ്പോൾ ഞാനിതിൽ സ്റ്റീൽ കട്ടാണ് യൂസ് ചെയ്തത്. അതിന് കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെന്ത് കിട്ടാൻ കുറച്ചും കൂടെ ടൈം എടുക്കും മറ്റ് ഓട്സുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിതൊന്ന് അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവർനൈറ്റ് ഒന്നും ഞാൻ സോക്ക് ചെയ്തിട്ടില്ല. രാവിലെ എണീറ്റിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തു. കാരണം ഇതിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഞാനത് സോക്ക് ചെയ്ത് എടുത്തു. ഇപ്പോൾ അങ്ങനെ നമ്മുടെ സോക്ക് ചെയ്ത് നമ്മുടെ ഓട്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് മാറ്റാം. ഇത് പാനിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. വളരെ കുറച്ച് ഓട്സ് ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഓട്സ് നമ്മൾ അത്ര എടുത്താലും നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇതിലുണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് നമ്മൾ എടുത്താൽ മതി. ഒരു 2 സ്പൂണൊക്കെ നമ്മൾ മാക്സിമം എടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ വെള്ളത്തിൽ വേവിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് പാലും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് എപ്പോഴും തിളപ്പിച്ചെടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് പാലിൽ കിടന്നിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ പാലിൽ കിടന്നിട്ടും കൂടെ ഒന്നും കൂടെ വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല പോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഇത് പാലിൽ ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വേവിച്ചെടുത്തു. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു തണുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഞാൻ പകർത്തി വെച്ചു. ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ എനിക്കിങ്ങനെ തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് നമുക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നവർക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. തണുപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ചൂടാറിയിട്ടാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഞാനിത് ഒന്ന് തണുപ്പിച്ചു. ഒരു അരമണിക്കൂർ ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എന്നിട്ട് ഞാനിതിപ്പോൾ വേറൊരു ബൗളിലേക്ക് ഇത് പകർത്തി വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഞാനിതിലേക്ക് 2 സ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുത്തു. ഈ തേൻ എന്ന് പറയുന്നത് ഞാൻ ചെറുതേനാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഒരു സ്ഥലത്തുനിന്ന് നല്ല കുറച്ച് തേൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ തേൻ തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്തത്. ഷുഗർ ഞാൻ ഇതിലേക്ക് ഒട്ടും ആഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഷുഗർ ആഡ് ചെയ്യാതെ ഹണിയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൽ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് ചെറുപഴമാണ്. 2-3 ചെറുപഴം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എനിക്ക് പഴം ചേർക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പഴം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കുറച്ച് ഡ്രൈ നട്ട്സും ഫ്രൂട്ട്സും ആയിട്ടുള്ള മ്യൂസ്ലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്, കെല്ലോഗ്സിൻ്റെ. അപ്പോൾ ആ മ്യൂസ്ലി ഞാനൊരു ഹാഫ് ബൗള് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം മ്യൂസ്ലിലേക്ക് ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം നമുക്ക്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കുറച്ച് തിക്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ആഡ് ചെയ്ത തിളപ്പിച്ച പാലിൻ്റെ ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. കാരണം എനിക്ക് അത്രയും തിക്കായിട്ട് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. ഇതുപോലെ കുറച്ച് ലൂസാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് പാലും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതുപോലെ വെച്ചു. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ നന്നായിട്ട് കുതിർന്ന് നല്ല രീതിയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്